കടകപൂരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ചെമ്പുക്കാവിൻ്റെ വരവിനെ കുറിച്ച് കൂടുതൽ പറയാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ സാന്നിധ്യത്തിൻ്റെ മഹിമ വിളിച്ചോതുവാൻ നമുക്കൊപ്പം വിഷ്ണു സുരേഷ് വീണ്ടും ചേരുന്നു. വിഷ്ണു, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനൊപ്പം നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ജീവിത സായുജ്യമാണെന്ന് വേണമെങ്കിൽ പറയൂ ആ പുണ്യ നിമിഷങ്ങളിലൂടെ. ആ പുണ്യ നിമിഷങ്ങളുടെ ഭാഗമാകാൻ വേണ്ടി രാവിലെ 4 മണി മുതൽ കാത്തു നിൽക്കുന്ന മനുഷ്യരുണ്ട് ഇവിടെ. കാരണം കഴിഞ്ഞ വർഷങ്ങൾക്കൊക്കെ ചെമ്പുക്കാവിന്റെ ഭാഗമായാണ് രാമൻ എത്തുന്നത്. അതുകൊണ്ട് പല ദേശങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ചെമ്പുക്കാവിൽ നിന്ന് മാത്രമല്ല തൃശ്ശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആനപ്രേമികൾ 4 മണി മുതൽ തന്നെ ആ ക്ഷേത്രത്തിന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതാ രാമൻ ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി നിൽക്കുന്ന ആ ദൃശ്യം, വെഞ്ചാമരവും ആലവട്ടവും മുത്തുക്കുടയുമായെല്ലാം നിൽക്കുന്ന ആ ദൃശ്യം. തൊട്ടപ്പുറത്ത് ശ്രീകുട്ടനും അതോടൊപ്പം ഉണ്ണിയും 2 ആനകൾ രാമൻ അകമ്പടിയായുണ്ട്, പഞ്ചവാദ്യം അകമ്പടിയായുണ്ട്. അവരങ്ങനെ നടന്ന് വടക്കുനാഥന്റെ സന്നിധിയിലേക്ക് പോകുകയാണ്. നിലവിൽ പഞ്ചവാദ്യമാണ് അകമ്പടിയെങ്കിൽ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അത് പാണ്ടിമേളമായി മാറും. പിന്നീട് അങ്ങോട്ടേക്ക് പൂരാവേശത്തിലേക്ക് രാമൻ കടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത്രമേൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട വികാരമായി മാറിയ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പൂരനഗരിയിലേക്കുള്ള വരവ്, അത് നമ്മൾ ഈ പറയുന്ന നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ വരുന്ന അതേ പ്രൗഢഗംഭീരവും ദൃശ്യമനോഹരവുമായ കാഴ്ചയാണ്. കിഴക്കേ ഗോപുര നടയിലൂടെ വടക്കുന്നാഥനകത്തേക്ക് കയറി തെക്കേ ഗോപുര നടയിലൂടെ പുറത്തേക്ക് വരുന്ന രാമനെ കാണാൻ വേണ്ടി ഇപ്പോൾ തന്നെ അവിടെ ആളുകൾ തമ്പടിച്ചിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഓറയുള്ള ആന എന്ന് ഈ ആനപ്രേമികളൊക്കെ വിശ്വസിക്കുന്ന ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് ഗജലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ ആനപ്രേമികൾ പറയുന്ന എല്ലാ ഗജലക്ഷണങ്ങളുമുള്ള ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഏഷ്യയിലെ തന്നെ ഏറ്റവും തലപ്പക്കമുള്ള ആന എന്ന വിശേഷണമുള്ളത്, ഏകചിത്രാധിപതി പട്ടമുള്ള ആന, ഗജസാമ്രാട്ട് എന്ന് വിളിപ്പേരുള്ള ആന, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അത് കേവലം ഒരു ആന എന്നതിനപ്പുറത്തേക്ക് ആളുകളുടെ വികാരമായി, അവരുടെ സ്നേഹവായ്പിന്റെ അടയാളമായി, പൂരപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായി മാറി, അവരുടെ ജീവിതത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒന്നായി രാമൻ മാറിയിട്ട് കുറെ നാളുകളായി. 2014 മുതൽ 2020 വരെയുള്ള കാലയളവിലാണ് രാമൻ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ട് രാമചന്ദ്രൻ വടക്കുന്നാഥന്റെ പടിഞ്ഞാറേ ഗോപുര നട വഴി അകത്ത് കയറി വടക്കുന്നാഥനെ വലം വെച്ച് തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്ക് വരുന്നത്. ഒരു പക്ഷേ ഈ തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്ക് വരുന്ന കാഴ്ചക്ക് ഇത്രയേറെ പ്രചാരം ലഭിച്ചത്, അതിലൊരു പ്രധാനപ്പെട്ട ഘടകം രാമന്റെ തലപ്പൊക്കം തന്നെയാണ്. ആ തലപ്പൊക്കത്തിന് ഇപ്പോഴും ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. 62 വയസ്സായി എന്ന് ഓർക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴും കാണികളുള്ളിടത്ത്, തന്റെ ആരാധകരുള്ളിടത്ത് അവരെ അഭിസംബോധന ചെയ്ത് തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം ചെയ്ത് അല്ലാതെ രാമൻ മടങ്ങാറില്ല. അങ്ങനെ കാണികളുമായി അവരുടെ സ്നേഹബന്ധവുകളൊക്കെ അല്ലെങ്കിൽ ഒരുമിച്ച് കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന ഒരു ബന്ധമാണ് രാമനും തൃശ്ശൂർ പൂര ആനപ്രേമികളും തമ്മിൽ ഉള്ളത്. അതിന്റെ കാഴ്ചയാണ് ഒരുപക്ഷെ ചെമ്പുകാവ് ദേശത്ത് ഇത്രയേറെ തിരക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ഘടകപൂരത്തിൽ ഇത്രയേറെ ആളുകൾ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന കീ ഫാക്ടറാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പലയിടങ്ങളിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പലയിടങ്ങളിലും ഈ വഴിപാടുകൾ അല്ലെങ്കിൽ പറകളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തുകൊണ്ടാണ് രാമൻ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന്, അതായത് ചെമ്പുകാവ് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കുള്ളത്. ആ ക്ഷേത്രത്തിനകത്ത് എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. അതിനുശേഷം വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ അവിടെ പാണ്ടിമേളം കൊട്ടിക്കേറി അങ്ങോട്ടേക്ക് പാണ്ടിമേളത്തിനകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് രാമൻ എത്തും. ആ രാമനെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും എല്ലാ ആനപ്രേമികളും അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അത് എത്രയോ വർഷമായുള്ളൊരു കാഴ്ചയാണ്. ഒരുപക്ഷെ തൃശ്ശൂർ പൂരത്തിൽ കുടമാറ്റവും അതോടൊപ്പം തന്നെ വെടിക്കെട്ടും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും അതിനൊക്കെ അപ്പുറത്തേക്ക് എല്ലാവർക്കും, ചില ആളുകൾക്ക് ചെണ്ടമേളമാണ് വേണ്ടത്, ചില ആളുകൾക്ക് വെടിക്കെട്ടാണ്, ചില ആളുകൾക്ക് കുടമാറ്റമാണ്. പക്ഷേ എല്ലാവർക്കും വേണ്ട ഒരേ ഒരു കാര്യം, അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പൂരനഗരിയിൽ കാണുക. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആ തെക്കേ ഗോപുര നട തുറന്ന്, അല്ലെങ്കിൽ തെക്കേ ഗോപുര നടയിലൂടെ പുറത്തേക്ക് വരുന്ന തിടമ്പേറ്റി പുറത്തേക്ക് വരുന്ന കാഴ്ച ഒന്ന് കണ്ട് അതൊന്ന് വീഡിയോയാക്കി അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളത് എല്ലാ പൂരപ്രേമികളുടെയും കോമൺ ആയിട്ടുള്ളൊരു ആഘോഷമാണ്, സന്തോഷമാണ്. ആ സന്തോഷത്തിന് മാറ്റുകൂട്ടുന്നതിന് വേണ്ടി രാമൻ ഇങ്ങനെ മന്ദം ചെമ്പുകാവ് ദേശത്തിന്റെ വഴികളിലൂടെ നടന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി രാമൻ പതിയെ നടന്നു വരികയാണ്. രാമനെ അപ്പുറവും ഇപ്പുറവും ശ്രീകുട്ടനും ഉണ്ണിയുമുണ്ട്. അതോടൊപ്പം തന്നെ രാമന്റെ പൂരാരാധകരും രാമന്റെ ആരാധകരും എല്ലാം ഇങ്ങനെ രാമന് വലയം വെച്ച് നടന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 8:30 രാമൻ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തും. ഈ ചെമ്പുകാവ് ഭഗവതിയുടെ ഒരു പ്രത്യേക
പ്രത്യേകത. ചെമ്പുകാവ് ഭഗവതി വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ വടക്കുന്നാഥനെ സംരക്ഷിക്കുന്ന 4 അതിർത്തികൾ, ആ ഭഗവതിമാരാണ് 4 അതിർത്തികളും വടക്കുന്നാഥന് സംരക്ഷണം ഒരുക്കുന്നത് എന്നാണ് പറയുന്നത്. അതിൽ വടക്ക് കിഴക്കേ അതിർത്തിയിലുള്ളത് ചെമ്പുകാവ് ഭഗവതിയാണ്. അങ്ങനെയാണ് ചെമ്പുകാവ് ഭഗവതി ഈ തൃശൂർ പൂരത്തിന്റെ ഭാഗമായി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്തായി എത്തുന്നത് എന്നുള്ള ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.